എന്താ ഒരു വിരോധമുള്ളത്? വരൂ, അങ്ങോട്ട് ഇരിക്കൂ. എനിക്ക് ചില കാര്യങ്ങൾ അങ്ങയോട് പറയാനുണ്ട്, അത് സശ്രദ്ധം അങ്ങ് കേൾക്കണം. എന്താ പാർവതി നീ ഇത്ര കാര്യമായിട്ട് ആലോചിക്കണത്? നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത് വെച്ചാ പറഞ്ഞോളൂ. ഇല്ല ഭഗവാൻ, ഉണ്ണി അർജുനൻ കാട്ടില് തപസ് തുടങ്ങിയിട്ട് നാളുകൾ ഏറെ ആയിരിക്കണം. എന്തെങ്കിലും ഒരു മാർഗത്തില് ഉണ്ണിക്ക് പാശുപതാസ്ത്രം കൊടുക്കണം. തപസ് അനവധി രീതിയിലായി തുടങ്ങിയിരിക്കുന്നു. എന്നാലും ഇപ്പൊ ഉണ്ണി അർജുനതാ പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ടാ തപസ് ചെയ്യണത്. എന്റെ മുഖത്തെല്ലാം അങ്ങോട്ട് നോക്കൂ. ശിവ 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 ശിവ. നിങ്ങൾ ഉരുവിടുണ്ടോ? കേമായിട്ടുള്ള തപസ്സാണ്. ഇളക്കല്ലാത്ത തപസ്സാണ്. അത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടേ ഇവിടുന്ന് മാറുള്ളൂ എന്നാ. ഭഗവാൻ വന്ന് ആ പാശുപതാസ്ത്രം ലഭിച്ചിട്ടേ മാറുള്ളൂ എന്നുള്ള ഭാവത്തിലാ. അപ്പൊ ഭഗവാൻ ഇങ്ങനെയായാ പറ്റില്ല. വേഗം ആ ഉണ്ണി അർജുനന് പാശുപതാസ്ത്രം കൊടുക്കാനായിട്ട് വേണ്ട കാര്യങ്ങൾ അങ്ങ് ചെയ്യണം. പാർവതി നീ പറഞ്ഞ പിന്നെ എനിക്ക് എന്തെങ്കിലും ചിന്തിക്കാനുണ്ടോ? എന്നാൽ പുറപ്പെടുകയാണ് ഞാൻ എന്ന് പറയല്ല. അല്ല, അങ്ങനെ ഞാനും ഉണ്ട് അങ്ങയുടെ കൂടെ. എന്നാ പാർവതി പോന്നോളൂ, അതിനെന്താ ഒരു ബുദ്ധിമുട്ടുള്ളത്? കേൾക്കേണ്ടത് ആവശ്യമുള്ളൂ. പാർവതി പതുക്കെ അവിടെ നിങ്ങോട്ട് പുറപ്പെടും. എന്താ തന്റെ പുത്രവാത്സല്യാണ്. അർജുനൻ എന്ന് പറഞ്ഞാൽ പുത്ര തുല്യനാ. അത്ര സ്നേഹാണ്, മാതൃസ്നേഹാണ് പാർവതിക്ക് അർജുനനോട്. ഓ അർജുനനെ കാണാൻ ചെല്ലുമ്പോ അല്പം വേഷം കെട്ടൊക്കെ വേണം. പാർവതിയുടെ പുറപ്പാടുണ്ട്. വേഷം കെട്ടാനുള്ള പുറപ്പാട് അവളുടെ പോക്ക് നോക്കൂ. എന്തെങ്കിലും ഒരു ഭാവം ഉണ്ടോ നോക്കൂ. ഇങ്ങനെ ഒരു കൂട്ടം ഇവിടെ ഉണ്ട് എന്നുള്ള ചിന്ത പാർവതിയുടെ മനസ്സിലുണ്ടോ നോക്കൂ. എന്താ അത്? ആ ഉണ്ണിയെ കാണാനായിട്ട് പുറപ്പെട്ടിരിക്കുന്ന നേര ഭഗവാന്റെ കൂടെ അർജുനന്റെ അടുത്തേക്ക് പുറപ്പെടുമ്പോ അർജുനന് തന്നെ കണ്ടാൽ തന്നെ സന്തോഷാവണം. അതുകൊണ്ട് വേഷമൊക്കെ മാറി പുറപ്പെടാന്ന് പറഞ്ഞ് പാർവതി അവിടെ നിന്ന് പുറപ്പെട്ടു. എന്ന് മാത്രല്ല ഭഗവാനും അല്പനേരം ഒന്ന് മനസ്സിലാലോചിച്ച് എന്താ വേണ്ടേ. അർജുനന്റെ അടുത്തേക്കാ പോണത്. അർജുനന്റെ മനസ്സില് തന്നെ പോലെ ഇത്ര കേമനായിട്ട് വേറെ ആരും ഇല്ല എന്നൊരു തോന്നലുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കൂ. ഒന്നോ രണ്ടോ പ്രാവശ്യമായാലെങ്കിലും നാണം ഉണ്ടാവും. അതുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ വരൂ. ഇങ്ങനെ വരാൻ സാധ്യതയില്ല. കേട്ട് ഞാനിതൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. ഇന്നേക്കാൾ കേമനായിട്ട് വേറെ ആരും ഇവിടെ ഇല്ല. മധ്യമ പാണ്ഡവനായിട്ടുള്ള വില്ലാളി വീരനായിട്ടുള്ള ദ്രോണാചാര്യയുടെ ശിഷ്യനായിട്ടുള്ള ഞാൻ എന്ന ഭാവം അവന്റെ മനസ്സിലുണ്ട്. ഈ അഹങ്കാരം തുടങ്ങിയാൽ സർവനാശാന്നാ പറയാ. അഹങ്കാരത്തെ പോലെ ഇത്രം നശിപ്പിക്കണ വേറൊരു സാധനം ഇല്ല. എന്നെ പോലെ യോഗ്യൻ വേറെ ആരും ഇല്ല എന്നുള്ള തോന്നല് അവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഇല്ലേ നോക്കി. എന്റെ മുഖത്തല്ല. ഭഗവാൻ ആലോചിച്ചു, ഏതായാലും ഞാൻ ഇല്ല വേഷത്തിൽ അങ്ങോട്ട് ചെന്നാൽ അർജുനൻ തന്നെ തിരിച്ചറിഞ്ഞാൽ സാഷ്ടാംഗം നമസ്കരിക്കുകയുള്ളൂ. അത്ര ഭക്തിയാണ് ഭഗവാനോട് അർജുനന്. അതേതായാലും വേണ്ട. അതുകൊണ്ട് താൻ കാട്ടിലേക്ക് ചെല്ലുമ്പോ അർജുനൻ തന്നെ തിരിച്ചറിയാൻ പാടില്ല. തന്നെ തിരിച്ചറിഞ്ഞാൽ അർജുനൻ സാഷ്ടാംഗം നമസ്കരിച്ച് വീഴുള്ളൂ. അത് പോരാ. അർജുനനുമായി യുദ്ധം ചെയ്ത് അർജുനന്റെ മനസ്സിലുള്ളതായ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കിയിട്ട് വേണം പാശുപതാസ്ത്രം കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ തന്റെ പരമഭക്തനായിരിക്കുന്ന അർജുനന് നാശം സംഭവിക്കും. ഭഗവാൻ അറിയാ കാര്യത്തില്. അതുകൊണ്ട് ഭഗവാൻ ആ ഇരുന്ന ഇരിപ്പിൽ വേഷം അങ്ങോട്ട് മാറി ഒരു കിരാത വേഷം അങ്ങോട്ട് ധരിച്ചു, ഒരു കാട്ടാള വേഷം അങ്ങോട്ട് ധരിച്ചു. അമ്പാ എന്താ കാട്ടാളത്തെ നോക്കൂ. എന്റെ മുഖത്തല്ല, ഇരിക്കണ ഇരിപ്പ് നോക്കൂ. കയ്യിലെന്തൊക്കെയോ കരുതിയിട്ടുണ്ടേ. ആ രൂപവും ഭാഷയും സമ്പ്രദായമൊക്കെ കണ്ടാൽ ഒരു കാട്ടാളനല്ലാന്ന് തോന്നുന്നു. ഇങ്ങോട്ട് നോക്കൂ. ആ തന്റെ ആയുധങ്ങളൊക്കെ നേരെയാക്കുക. നീ എന്താ വേണ്ടേന്നാ ചിന്തേ. അതൊക്കെ സൂക്ഷിച്ചാ നോക്കണത്. സൂക്ഷിക്കണേ. കാലമല്ലാത്ത കാലാണ്. വെട്ടുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കണം. സൂക്ഷിക്കുകയാണേ. പതുക്കെ അവനവന്റെ ആയുധങ്ങൾ ഉണ്ടാക്കുക. അവനവന് പക്ഷി മൃഗാദികളെയൊക്കെ പിടിക്കാനായിട്ട് അമ്പ ചെയ്യാനായിട്ടുള്ള അസ്ത്രങ്ങളൊക്കെ നേരെയാക്കിക്കൊണ്ടിരിക്കുക കാട്ടാളൻ. പാർവതി ഈ സമയത്ത് വേഷമൊക്കെ മാറി അവിടെ നിന്ന് പുറപ്പെട്ടു വന്ന് നോക്കാം. പിന്നെ ഏതാ ഈ കാട്ടാണ്? എന്റെ മുഖത്തെല്ലാം അങ്ങോട്ട് നോക്കാം. അവന്റെ വേഷവും സമ്പ്രദായവും. എന്റെ ഭാര്യ ഇരിക്കുന്ന സ്ഥാനം കിട്ടിയുള്ളൂ നിനക്ക് കയറി കൂടാനായിട്ട്. ഏറെ സ്ഥലം ഇവിടെ ഉണ്ടായിട്ട് നിനക്ക് ഇവിടെ ഇരിക്കാൻ കണ്ടുള്ളൂ. നിന്നോട് ആരാ ഇവിടെ കയറി ഇരിക്കാൻ പറഞ്ഞേ എന്ന് ചോദിക്കാൻ നിർത്തിയില്ല. എന്താ തന്റെ ഭർത്താവ് ഇരിക്കുന്ന സ്ഥാനത്താ ഇരിക്കണത് ഒരു കാട്ടാളിനെ.
പാർവതിക്ക് നന്നെ അങ്ങോട്ട് സുഖിച്ചില്ല. സൂക്ഷിച്ചു നോക്കി എന്താ വേണ്ടേ. ഈ കാട്ടാളൻ എങ്ങനെയാ ഇവിടെ കയറി കൂടിയേ? പാർവതി ശങ്ക തീർക്കാനുള്ള പുറപ്പാടാന്നാ തോന്നണത്. കാട്ടാളന്റെ അടുത്തേക്കാണോ പാർവതിയുടെ പുറപ്പാട്? വേഷമൊക്കെ കെട്ടിയവള് വന്ന് കണ്ടപ്പോ ഞാൻ കരുതി ഇവിടെ ഉണ്ടാവുന്ന വിചാരിച്ചേ. ഇതിപ്പോ അങ്ങനെയല്ല. ഇവളുടെ വേഷം കെട്ട് അനവധി കഴിഞ്ഞതാണ്. ഇനിയിപ്പോ അത്യാവശ്യം കെട്ടിയിട്ട് കാര്യമൊന്നുമില്ല. നോക്കിയടാ കാട്ടാള, നീ ഏറിയ സ്ഥലം ഉണ്ടായിട്ട് ഇവിടെ കണ്ടുള്ളൂ നിനക്ക് കയറി കൂടാനായിട്ട്. അപ്പൊ അതൊക്കെ നോക്കി പാർവതി സൂക്ഷിച്ച് നോക്കണ കണ്ടപ്പോ ഭഗവാനും എന്തെന്നില്ലാത്ത സന്തോഷമായി. എന്താ കാരണം? തന്നെ തന്റെ ഭാര്യയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്കാ മനസ്സിലാവണേ? അർജുനൻ ഏതായാലും പാർവതി തന്നെ മനസ്സിലാക്കാടത്തോളം കാലം അർജുനൻ തന്നെ മനസ്സിലാക്കില്ല. ഭഗവാൻ അത്രേ ആവശ്യമുള്ളൂ. അതിനു വേണ്ടിയാ ഭഗവാൻ കിരാതവേഷം ധരിച്ചിരിക്കണത്, കാട്ടാള വേഷം ധരിച്ചിരിക്കണത്. അർജുനൻ തന്നെ മനസ്സിലാക്കരുത് എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാ. അതൊക്കെ ആലോചിച്ചു. പാർവതി, ഇവിടെ നീ കേൾക്കണില്ലേ? ഇതൊന്നും നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ പറയണത്. എന്നിട്ട് നീ കേൾക്കണില്ല. അതിന്റെ കഷ്ടമാണ് കേട്ടോ. എന്താ നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണത്? പാർവതി, ഇവിടെ ഇങ്ങോട്ട് നോക്കൂ. ഞാനല്ലേ ചോദിക്കണത്. നീ എന്താ അത്ര കാര്യമായിട്ട് നോക്കണത്? ഇതേവരെ കണ്ടിട്ടില്ലേ നീ എന്നെ? ഇതങ്ങനെ കേട്ടില്ലേ പാർവതി? ഏട്ടാ കാട്ടാളാ, നീയ ആള് കേമൻ തന്നെ. ഒരു കാട്ടാളൻ എന്റെ ഭർത്താവ് ഇരിക്കുന്ന സ്ഥാനത്ത് കയറിക്കൂടിയെന്ന് മാത്രമല്ല ഭർത്താവിന്റെ അതേ ശബ്ദം അനുകരിക്കണതേ. പാർവതി ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോ എന്താ ഭർത്താവിന്റെ അതേ ശബ്ദം. ചോദിക്കാൻ നിവൃത്തിയില്ല. എന്താ ഭർത്താവേ എന്ന് ചോദിച്ചാൽ, എന്താ പാർവതി എന്ന് വിളി കേട്ടാൽ പാർവതിയുടെ ഭർത്താവ് ഒരു കാട്ടാളനായിട്ട് തീരും. ഇങ്ങനെയാ ഒരു കാട്ടാളനായി തീരട്ടെ എന്ന് പ്രാർത്ഥനയുണ്ടോ? എന്റെ ഭർത്താവ് ഒരു കാട്ടാളനായിട്ട് തീരണേ. ഏതെങ്കിലും സ്ത്രീകൾ വിചാരിക്കും അങ്ങനെ? പാർവതി സൂക്ഷിച്ചു നോക്കി. എന്താ വേണ്ടേ? ഇനി ഒരു മാർഗം. ഇവൻ എന്താ അങ്ങനെ കയറി കൂടിയിരിക്കണം? സൂക്ഷിച്ചു നോക്കണോടൊപ്പം ഭഗവാന് തോന്നി പാർവതിക്ക് തന്നെ മനസ്സിലായില്ല. പാർവതി, ഇത് ഞാൻ തന്നെയാ. എനിക്ക് മനസ്സിലായില്ലേ എന്നെ? എടി കാട്ടാളത്തിയുടെ വേഷമൊക്കെ കിട്ടാനുള്ള